ADGP MR അജിത് കുമാർ ഉൾപ്പെടെയുള്ള ഉന്നത ഉദ്യോഗസ്ഥർക്കെതിരെ ഉയർന്ന ആരോപണങ്ങളെക്കുറിച്ച് അന്വേഷിക്കാൻ രൂപീകരിച്ച ഉന്നതതല സംഘം ഇന്ന് യോഗം ചേരും. ഇന്നലെയാണ് ഉന്നതതല സംഘം രൂപീകരിക്കാൻ മുഖ്യമന്ത്രി നിർദ്ദേശം നൽകിയത്. തുടരെ 3 ദിവസം വെളിപ്പെടുത്തൽ നടത്തിയതിനു ശേഷം ഇന്നലെ മുഖ്യമന്ത്രിയെ കണ്ട PV അൻവർ MLA എല്ലാം മുഖ്യമന്ത്രിക്കും പാർട്ടിക്കും വിട്ടതായി വ്യക്തമാക്കി. ഒരു മാസത്തിനകം അന്വേഷണം പൂർത്തിയാക്കി റിപ്പോർട്ട് സമർപ്പിക്കാനാണ് ഗവൺമെന്റ് നിർദ്ദേശം നൽകിയിട്ടുള്ളത്. DGP ഷെയ്ഖ് ദർവേഷ് സാഹിബ്, തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണർ G. സ്പർജൻ കുമാർ തുടങ്ങിയവരടങ്ങുന്ന സംഘം ഇന്ന് യോഗം ചേർന്ന് തുടർ നടപടികൾ ആലോചിക്കും. വെളിപ്പെടുത്തൽ നടത്തി സർക്കാരിനെയും CPIM-നെയും പ്രതിരോധത്തിലാക്കിയ PV അൻവർ MLA ഇന്നലെ ഉച്ചയോടെയാണ് മുഖ്യമന്ത്രിയെ കണ്ടത്. സഖാവ് എന്ന നിലയിലുള്ള ഉത്തരവാദിത്തം കൊണ്ടാണ് ഈ വിഷയത്തിലേക്ക് ഇറങ്ങിയതെന്നും കാര്യങ്ങളൊക്കെ മുഖ്യമന്ത്രിയുടെയും പാർട്ടി സെക്രട്ടറിയുടെയും ശ്രദ്ധയിൽ കൊണ്ടുവരുന്നതോടെ അത് അവസാനിക്കുമെന്നും PV അൻവർ പിന്നീട് വാർത്താലേഖകരോട് പറഞ്ഞു. ഈ ഒരു ഘട്ടത്തിൽ എന്റെ ഉത്തരവാദിത്തം അവസാനിക്കുകയാണ്. ഞാൻ ഈ വിഷയത്തിലേക്ക് ഇറങ്ങിയിട്ടുള്ളത് ഒരു സഖാവ് എന്ന നിലക്കാണ്. ഒരു സഖാവ് എന്ന് പറയുമ്പോൾ ഉണ്ടാകുന്ന ഉത്തരവാദിത്തം, ആ ഉത്തരവാദിത്തം ഏറ്റെടുത്തുകൊണ്ട് ഞാൻ ഇതിലേക്ക് ഇറങ്ങി. ഈ പാർട്ടിയുടെ ഏറ്റവും ഉത്തരവാദിത്തപ്പെട്ട ഒരു സഖാവാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി. ഒരു സഖാവ് എന്ന നിലയ്ക്ക് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ കാര്യങ്ങൾ. അതിനിടെ PV അൻവർ MLA-യെ നിശബ്ദനാക്കിയതുകൊണ്ട് ആരോപണങ്ങളിൽ നിന്നും മുഖ്യമന്ത്രി പിണറായി വിജയന് രക്ഷപ്പെടാനാകില്ലെന്ന് മുൻ കേന്ദ്ര സഹമന്ത്രി V. മുരളീധരൻ തിരുവനന്തപുരത്ത് മാധ്യമങ്ങളോട് പറഞ്ഞു. ഇതിനെല്ലാം നേതൃത്വം നൽകുന്ന P. ശശിയെ തൊടാൻ, അജിത് കുമാറിനെ സ്ഥാനത്ത് നിന്ന് പോലും മാറ്റാൻ ഇന്നലെ മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്തതുപോലെ ക്രമസമാധാന പാലനത്തിന്റെ ചുമതലയിൽ നിന്നെങ്കിലും ഈ പോലീസ് ഉദ്യോഗസ്ഥനെ മാറ്റുമെന്നുള്ള ഒരു പ്രതീക്ഷ കേരളത്തിലെ ജനങ്ങൾക്കുണ്ടായിരുന്നു. മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി P. ശശിയെ മാറ്റാനോ ADGP അജിത് കുമാറിനെതിരെ നടപടിയെടുക്കാനോ മുഖ്യമന്ത്രി തയ്യാറാകുന്നില്ലെന്നും അദ്ദേഹം ആരോപിച്ചു. പോലീസിനെതിരായി വരുന്ന ആരോപണങ്ങളിൽ പ്രഖ്യാപിച്ച അന്വേഷണം പ്രഹസനമാണെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ ആരോപിച്ചു. മുഖ്യമന്ത്രിയുടെ ഓഫീസ് കേന്ദ്രീകരിച്ച് ഉപജാപക സംഘം പ്രവർത്തിക്കുന്നുവെന്ന് അദ്ദേഹം എറണാകുളത്ത് മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു. എന്ത് ഫോഴ്സാണിത് നിങ്ങൾ ആലോചിച്ചേ? എങ്ങനെയെങ്കിലും കേരളത്തിലെ പോലീസ് അതിന്റെ ചരിത്രത്തിൽ ഇതുപോലെ നാണം കെട്ടിട്ടുണ്ടോ? ഇതുപോലെ നാണം കെട്ടുന്നുണ്ട്. ഇപ്പോൾ ഉയർന്ന ആരോപണങ്ങൾ പ്രതിപക്ഷം നേരത്തെ ഉന്നയിച്ചതാണെന്നും മുഖ്യമന്ത്രി രാജിവെക്കണമെന്നും VD സതീശൻ ആവശ്യപ്പെട്ടു. PV അൻവർ MLA ആഭ്യന്തര വകുപ്പിനെതിരെ ഉന്നയിച്ച ആരോപണങ്ങൾ കേന്ദ്ര ഏജൻസി അന്വേഷിക്കണമെന്ന് BJP ദേശീയ നിർവാഹക സമിതി അംഗം PK കൃഷ്ണദാസ് ആവശ്യപ്പെട്ടു. മുഖ്യമന്ത്രി രാജിവെച്ചുകൊണ്ടായിരിക്കണം അന്വേഷണം നടത്തേണ്ടതെന്നും അദ്ദേഹം കണ്ണൂരിൽ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. ഈ അന്വേഷണം ഏൽപ്പിക്കുന്നതിനേക്കാൾ ഭേദം ഇതിനെക്കുറിച്ച് ADGP അജിത് കുമാറിനെ കൊണ്ട് തന്നെ അന്വേഷിപ്പിക്കുന്നതാണ്. പോലീസിനെതിരെ ഉയർന്ന ആരോപണങ്ങൾ ഗൌരവമായി കണ്ട് അന്വേഷണത്തിന് ഉത്തരവിട്ട മുഖ്യമന്ത്രിയുടെ നടപടി മാതൃകാപരമാണെന്ന് മുൻ മന്ത്രി AK ബാലന്റെ പ്രതികരണം. അന്വേഷണ റിപ്പോർട്ട് 1 മാസത്തിനകം ലഭിക്കണമെന്നാണ് സർക്കാർ ആവശ്യപ്പെട്ടിരിക്കുന്നതെന്ന് AK ബാലൻ ചൂണ്ടിക്കാട്ടി. സംസ്ഥാനത്ത് ഭരണം നിയന്ത്രിക്കുന്നത് ആരാണെന്ന് അറിയാൻ പൊതുസമൂഹത്തിന് താൽപര്യമുണ്ടെന്ന് BJP നേതാവ് ശോഭാ സുരേന്ദ്രൻ പറഞ്ഞു. ADGP അജിത് കുമാറിനെതിരെയുള്ള അന്വേഷണം CBI-യെ ഏൽപ്പിക്കണമെന്നും ശോഭാ സുരേന്ദ്രൻ ആവശ്യപ്പെട്ടു. തെറ്റ് ആര് ചെയ്താലും സംരക്ഷിക്കില്ലെന്നും മുഖ്യമന്ത്രിയും പാർട്ടി സെക്രട്ടറിയും നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ടെന്നും മന്ത്രി PA മുഹമ്മദ് റിയാസ് പറഞ്ഞു. കുറ്റക്കാരെ സ്ഥാനത്ത് തുടരാൻ അനുവദിക്കില്ലെന്നും മന്ത്രി വ്യക്തമാക്കി. വയനാട് ഉരുൾപൊട്ടൽ ദുരന്തത്തിനിടെയുള്ള രക്ഷാപ്രവർത്തനത്തിനിടെ ഭക്ഷണം തടഞ്ഞ ADGP MR അജിത് കുമാറിന്റെ നടപടിക്കെതിരെ CPI. ജനങ്ങളെ സർക്കാരിൽ നിന്ന് അകറ്റാനുള്ള ശ്രമമാണ് ADGP-യുടെ ഭാഗത്തു നിന്ന് ഉണ്ടായതെന്ന് CPI വയനാട് ജില്ലാ സെക്രട്ടറി EJ ബാബു പറഞ്ഞു. ഇക്കാര്യം മന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നുവെന്നും അദ്ദേഹം കൽപ്പറ്റയിൽ മാധ്യമങ്ങളോട് പറഞ്ഞു. ന്യൂസ് ഡെസ്ക്, ദൂരദർശൻ.